ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സജ്ജനങ്ങളെ, ശ്രീനാരായണ പരമഹംസദേവൻ്റെ പരഹൃദയജ്ഞാനം എന്ന സിദ്ധിവിശേഷത്തെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. യോഗീശ്വരനായ സ്വാമി തൃപാദങ്ങൾക്ക് ഏതൊരുവൻ്റെയും മനസ്സ് എന്താണ് എന്ന് കൃത്യമായി അറിയുവാനുള്ള സിദ്ധിവിശേഷം ഉണ്ടായിരുന്നു. ഒരുവൻ്റെ മനോഗതം എത്ര ദൂരത്തിലിരിക്കുന്നവരായാലും വിചാരിക്കുന്ന കാര്യങ്ങൾ സ്വാമികൾക്ക് കൃത്യമായി അറിയുവാൻ കഴിയുമായിരുന്നു. അതിനാൽ എത്ര വലിയവനായാലും സ്വാമികൾക്ക് മുമ്പിൽ വണങ്ങി നമസ്കരിക്കാതെ തരമുണ്ടായിരുന്നില്ല. അതിനാൽ കള്ളം, കപടത, ദ്വേഷചിന്തകൾ എന്നിവയെ മനസ്സിൽ ഇട്ടുകൊണ്ട് സ്വാമിയെ സമീപിച്ചാൽ വിപരീത ഫലമാവും ഉണ്ടാവുക. നിങ്ങളുടെ ഉദ്ദേശശുദ്ധി നല്ലതല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാണിക്കയർപ്പിച്ചാലും എന്തുതന്നെ നൽകിയാലും അതിന് ഫലമുണ്ടാവുകയില്ല. എന്തെന്നാൽ നിങ്ങൾ ആരെന്നും നിങ്ങളുടെ മനസ്സ് എന്തെന്നും സ്വാമി തൃപാദങ്ങൾക്ക് അറിയാം. തൃപാദങ്ങളുടെ പരഹൃദയജ്ഞാനം എന്ന സിദ്ധി അനുഭവിച്ചറിഞ്ഞ ശിഷ്യോത്തമനായിരുന്നു ഗുരുപ്രസാദ് സ്വാമികൾ. തൻ്റെ ബാല്യകാലത്തിൽ മിഷനറി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലായിരുന്നു സ്വാമി തൃപാദങ്ങളെ കാണുവാനുള്ള ഭാഗ്യം സിദ്ധിച്ചത്. പള്ളുരുത്തിയിലെ ഒരു പ്രമാണിയുടെ വസതിയിൽ ഗുരു ആഗതനായ സമയത്ത് സ്വാമി തൃപാദങ്ങളെ ഒരു നോക്കു കാണുവാൻ കൊതിച്ചെത്തിയ പയ്യൻ മറ്റുള്ളവരുടെ ഇടയിൽ നിൽക്കുന്നത് കണ്ട് സ്വാമി മന്ദഹസിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു: "ഇന്ന് പള്ളിക്കൂടത്തിൽ പോയില്ലേ?" "ഓ, ഇതും ഒരു പള്ളിക്കൂടം തന്നെയല്ലയോ" എന്ന്. അവിടെ നിൽക്കുന്നവരുമായി കുറച്ച് സംവാദങ്ങൾക്കു ശേഷം സ്വാമികൾ ഊണു കഴിക്കാനായി അകത്തേക്ക് പോയി. ഗൃഹനാഥൻ പലരെയും ഊണു കഴിക്കാൻ ക്ഷണിച്ചെങ്കിലും വിശന്നു നിന്ന കുട്ടിയായ ഗുരുപ്രസാദിനെ വിളിച്ചില്ല. ക്ഷണിക്കാതെ പോകുന്നത് ഉചിതമല്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കെ സ്വാമിയുടെ ശബ്ദം ഉയർന്നു കേട്ടു: "ഉടുപ്പിട്ട് അവിടെ നിൽക്കുന്ന വിദ്യാർത്ഥിയെയും വിളിക്കുക" എന്ന്. വൈകുന്നേരമായപ്പോൾ സ്വാമി മടങ്ങിപ്പോയി. കുട്ടിയും വീട്ടിലേക്ക് തിരിച്ചുപോയി. അതിനുശേഷം കുട്ടിക്ക് ഗുരുഭക്തി കലശലായി. 1 വർഷത്തിനു ശേഷം ഗുരുപ്രസാദ് ശിവഗിരിയിലെത്തി സ്വാമിയെ നമസ്കരിച്ചപ്പോൾ "പള്ളുരുത്തിയിൽ വച്ചല്ലേ നമ്മൾ കണ്ടത്?" എന്ന് ഗുരു ചോദിച്ചു. പയ്യൻ ഗുരുപ്രസാദ് ഗുരുവിനോടൊപ്പം ശിവഗിരിയിൽ കൂടുകയും ചെയ്തു. ഗുരുപ്രസാദിന് പതിവായി കാപ്പി കുടിക്കുന്ന പതിവുണ്ടായിരുന്നു. എന്നാൽ ശിവഗിരിയിലെത്തിയപ്പോൾ അതിന് ഭംഗം സംഭവിച്ചു. തൃപ്പാദങ്ങൾ പരഹൃദയജ്ഞാനത്തിലൂടെ ഇത് മനസ്സിലാക്കുകയും പാചകക്കാരനോട് ഗുരുപ്രസാദിന് കാപ്പി ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യത്തെപ്പറ്റി സംസാരിക്കുകയും ചെയ്തു. ഈ സംഭവം ഗുരുപ്രസാദിൻ്റെ മനസ്സിൽ ഗുരുവിനോടുള്ള വിശ്വാസവും ഭക്തിയും ആഴത്തിൽ വേരൂന്നുവാൻ കാരണമാവുകയും ഗുരുവിൻ്റെ ശിഷ്യനായി മാറുകയും ചെയ്തു. ഇതിലൂടെ ഗുരു നമുക്ക് കാട്ടിത്തരുന്നത് എത്ര നിസ്സാരമായ കാര്യമായിരുന്നാലും നിർമ്മല ചിത്തത്തോടെയാണ് വിചാരിക്കുന്നത് എങ്കിൽ അവിടത്തോട് പറയാതെ തന്നെ ഗുരു സാധിച്ചു തരും എന്നതാണ്. അതിനാൽ ശുദ്ധവും കളങ്കമില്ലാത്ത മനസ്സുമായി വേണം ഗുരുവിനെ പ്രാർത്ഥിക്കാൻ, ഗുരുവിനോട് അർത്ഥിക്കാൻ. കാരുണ്യവത്സലനായ മഹാഗുരു എല്ലാവരുടെയും പ്രാർത്ഥന കൈക്കൊള്ളട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം.
ഗുരുധർമ്മം ജയിക്കട്ടെ.